ഓടിച്ചു നോക്കിയ 4 പാടും ഉണ്ടാവും. മലകളാണ് കേട്ടോ. എല്ലാം 4 ഭാഗം മലകൾ. ഇതിലങ്ങനെ നേരെ പോകുന്നത് തബൂക്കിലേക്കാണ്. നേരെ മുന്നിൽ കണ്ട ഒരു വലിയൊരു മല, ഒരു കൊട്ടാരാണ് കേട്ടോ. ലൈഫിൽ മലിന്റെ മുകളിൽ കൊട്ടാരുണ്ട് പക്കത്തുണ്ടല്ലേ. അപ്പോൾ കൊട്ടാരാണ്, പാലസാണ് കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലത്ത് നബിതങ്ങളെ പറയുന്നുണ്ട്, ഭൂമിയുടെ എല്ലാ ഭാഗത്തും അവസാന കാലഘട്ടത്തിൽ സമയത്ത് പല ഫിത്തിനകളും കടന്നു വരും. അപ്പോൾ അതിലൊരു ഫിത്തിനയാണ് എന്ത്, ദജ്ജാലിൻ്റെ ഫിത്തിന എന്ന് പറയുന്ന ഫിത്തിന. ദജ്ജാൽ ഒരു വ്യക്തിയാണ്, എല്ലാവരിലേക്കും എത്തിപ്പെടും. അപ്പോൾ ദജ്ജാൽ എൻ്റെ മദീനയിലും എത്തിപ്പെടുന്നു. ജബൽ ജറഫിലാണ്. ഈ മലയുടെ പേരാണ് ജബൽ ജറഫ് എന്ന് പറയുന്ന മല. എന്താ പാലസപ്പാട്? ഒരു പാലസാണ്, കൊട്ടാരം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ദജ്ജാൽ വരികയും ദജ്ജാൽ വന്നിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഹറം കാണാം. ഹറമിൻ്റെ മുറ്റത്ത് നോക്കിയാൽ ഈ മലയും കാണാം കേട്ടോ. അപ്പോൾ ഹറമിനൊക്കെ നോക്കി എൻ്റെ ചോദിക്കും, ആരതാണ് കാണുന്നത് വെള്ളക്കൊട്ടാരം? ഹറമിനെ കുറിച്ചാട്ടോ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലത്താണ് ഹറമിനെ കൊട്ടാരം എന്ന് വിശേഷിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ഹറം കൊട്ടാരമായി പണി നിൽക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം ചോദിക്കുകയും ആരും ഒന്നും പ്രതികരിക്കാതിരിക്കുകയും ദജ്ജാൽ എന്നെ പറയുകയും, എനിക്കറിയാതെ മുഹമ്മദിൻ്റെ കൊട്ടാരാണ് എന്നൊക്കെ പറയുകയും. ദജ്ജാൽ ചില കൈവുകളൊക്കെ കാണിക്കുന്നു. ആകാശത്തിൽ തീമയ വർഷിക്കും, സസ്യങ്ങളെ മുളപ്പിക്കും, ഒരു ചെറുപ്പക്കാരന് 2ആയിട്ട് പിളർത്തും, പിളർത്തിയവനെ തന്നെ എന്ത് ചെയ്യും, കൂട്ടി യോജിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ദജ്ജാൽ പറയും, ഞാനാണ് ആര്, റബ്ബി അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വാദിക്കുന്നു. അപ്പോൾ സത്യവിശ്വാസികളൊന്നും എന്തില്ല, അതിലകപ്പെടില്ല. സത്യനിഷേധികളില്ല, ഈമാനില്ലാത്തവർ, അവരൊക്കെ എന്ത് ചെയ്യും, ദജ്ജാലിനെ പിൻപറ്റും എന്നാര് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നടക്കാൻ പോകുന്ന ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഈ കാണുന്ന പള്ളിയാണ് നമ്മളെ കിബിലത്തൈൻ, കേട്ടിട്ടില്ലേ? ഒരേ നിസ്കാരത്തിൽ കിബില മാറിയ പള്ളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലെ ഫലസ്തീന്, അതിലേക്ക് തിരിഞ്ഞായിട്ട് എന്ത് ചെയ്തിരുന്നു, നിസ്കരിച്ചു വന്നിരുന്നു. ആ സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുന്നതിന് നിങ്ങൾ ഇവിടെ ഒരു സഹാബി വനിതയെ കാണാമെന്നാണ്. ഉമ്മു ബിശ്ർ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന സഹാബി വനിതയാണ്. അവർ രോഗശയ്യയിൽ കിടക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സന്ദർശിക്കുകയും നബിതങ്ങൾ അവരെ രോഗശമനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ളുഹറിൻ്റെ സമയമായി നബിതങ്ങൾ ളുഹർ ഇമാമായിട്ട് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ബേക്കിൽ സഹാബികളുണ്ട്. നബിതങ്ങൾ 2 റക്അത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നബിതങ്ങൾ മനസ്സിൽ ഒന്ന് ആഗ്രഹിച്ചു പോയി, എന്ത്, പിന്നെ മക്ക കിബിലായിട്ട് എന്തായിരുന്നു, നിസ്കരിച്ചാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. ആ സമയത്താണ് ആര് വരുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം വഹി വരികയാണ്. സൂറത്തുൽ ബഖറയിലായി തരങ്ങണം, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ വലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്നായി തരങ്ങണം. ബൈത്തുൽ മുഖദ്ദസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. അങ്ങ് ആഗ്രഹിച്ച, അങ്ങ് ഉദ്ദേശിച്ച അങ്ങയുടെ കഅബയിലേക്ക് എന്ത് ചെയ്യുക, അങ്ങയുടെ മുഖം തിരിച്ചാൽ പിന്നെ നിസ്കരിക്കൽ ഖറാഅത്താണ്. പിന്നെ നബിതങ്ങൾ അതേ നിസ്കാരത്തിൽ നബിതങ്ങൾ തിരികെയും മുന്നോട്ട് തള്ളി നിൽക്കുകയും ആ 2 റക്അത്ത് നിസ്കാരം പൂർത്തീകരിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ. പള്ളി പുതിയ പള്ളിയാണ്. അപ്പോൾ ഇവിടെ മാത്രമാണ് അങ്ങനെ നിസ്കരിച്ചത്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മദീനയിൽ തന്നെ പള്ളികളില്ലേ, അവിടെയൊക്കെ ആളുകൾ സ്വഹാബികൾ നിസ്കാരം കഴിഞ്ഞിട്ട് പല ഭാഗത്തേക്ക് കൂടുകയാണ്. വിവരങ്ങൾ അറിയിക്കേണ്ടേ. അപ്പോൾ ചില ഭാഗത്തൊക്കെ പിറ്റേന്നും ഒക്കെ ചില സ്ഥലത്തൊക്കെ നിസ്കാരത്തിലൊക്കെയാണ് എന്ത് ചെയ്തത്, കിബില മാറിയതായിട്ടൊക്കെ ചരിത്രങ്ങൾ നിസ്കരിച്ചു.